പിന്നെ ഒരു 30-35 വർഷം മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തരത്തിലുള്ളവർ പഠിക്കാൻ വന്നിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല, വീട്ടമ്മമാര് ഒരുപാട് പേര് ജോലിയുള്ളവരായാലും ഇല്ലാത്തവരായാലും പഠിക്കാൻ വരുന്നുണ്ട്. കൊണ്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയ ഡാൻസ് ടീച്ചറാന്ന് പറഞ്ഞിട്ട് പലതും അയ്യോ ഞങ്ങൾക്ക് പഠിക്കണം പഠിക്കുക. ഈ പ്രായത്തിൽ പഠിക്കാൻ ഈ പ്രായത്തിൽ പഠിച്ചാൽ എന്താണെന്ന് ഒന്ന് അതിനുപരി കഴിഞ്ഞ് അവർ എങ്ങനെയായാലും വരുന്നുണ്ട്. അതുപോലെ തിരുവാതിരകളി മസ്റ്റാണ്. തിരുവാതിരകളി കളിക്കാനായിട്ട് അവർക്ക് മുന്നിട്ട് നിൽക്കുക. അതിൻ്റെ അടുത്ത് നമ്മൾ ഈ ക്ലാസിക്കൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തിരുവാതിര കളി പഠിപ്പിക്കുമ്പോൾ നമുക്കും അതൊരു ഇൻട്രസ്റ്റ് ആണ്. കാരണം ഒരു വേറൊരു രീതിയല്ലേ, രീതിന്ന് മാത്രമല്ല എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു ഘടകം പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ ഗാടി കഴിഞ്ഞാൽ അടുത്തൊരു തിരുവാതിര ഉണ്ടെങ്കിണ്ടല്ലോ, അത് ഭയങ്കര ഒരു സ്റ്റേജിനൊരു നിറവാണ്. അതെ അതെ അതെ. നമ്മളെ നല്ല പെണ്ണുങ്ങൾ നല്ല അടുത്ത് ഒരേ സെറ്റുമുണ്ട കൊടുത്ത് ഒരേ കളർ ഡ്രസ്സൊക്കെ മുല്ലപ്പൂ ഒക്കെ വെച്ച അവര് പ്രായമൊക്കെ മറന്നു എല്ലാം മറന്നു. ചേട്ടന്മാർക്ക് അതൊരു അസൂയന്മാർക്കല്ല, അവരുടെ ചേട്ടന്മാർക്കാണ്. അവരുടെ ചേട്ടന്മാർക്ക് ഞാൻ പറയും ചേട്ടന്മാരെയൊക്കെ വിളിച്ചോണ്ട് വരണം. അല്ല നീ ഇത്ര എന്നിട്ട് ഇവിടെ ഉണ്ടായി എനിക്ക് നമ്മുടെ ഒരു കുട്ടീൻ്റെ അമ്മയും മോളും അമ്മ വന്ന് തിരുവാതിരയില്. അപ്പൊ പുള്ളി നിനക്ക് വേറെ ജോലിയില്ലേ, നീ വയസ്സുകാലത്ത് പഠിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ പക്ഷെ എൻകറേജ് ചെയ്യുന്നവരുണ്ട്. ഞാൻ കുട്ടികളെ ഒരു +2 ഒക്കെ ഉള്ള കുട്ടികൾ, ഡിഗ്രി ഒക്കെ ഉള്ള കുട്ടികൾ വന്ന് പഠിക്കുമ്പോൾ അവരെ അമ്മമാർ വരുമ്പോൾ പറയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല ടീച്ചർ, പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അടുത്ത് നീയും കൂടെ പഠിക്കും. എന്തുകൊണ്ടാ പിന്നെ പഠിച്ചുകൂടാ? അല്ല ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ? എന്താ പഠിക്കാൻ പറ്റും? ഈ പ്രായത്തിലല്ലേ പഠിക്കാൻ? അല്ല, 2 കാര്യമുള്ളൂ പഠിക്കാൻ. അതായത് നല്ല പോലെ ഒരു ക്ഷമാശീലം വേണം, നല്ല ഇൻട്രസ്റ്റും വേണം. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പഠിക്കാം. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞ കുട്ടിയുടെ അമ്മ തിരുവാതിര കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഹസ്ബൻഡ്. അപ്പൊ അതൊരു പിന്നെ പുള്ളി ക്ലാസ്സിൽ വരുന്നില്ലെങ്കിൽ ചോദ്യം നീ എന്താ ഇന്ന് പോണില്ലേ? അപ്പൊ ഇന്ന് എന്തൊരു നടുവേദന. അപ്പൊ പറയാ ഇന്ന് പോയേ പറ്റൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ തള്ളിവിടല്, അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഇപ്പൊ ഉണ്ട്.